ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞാൽ ഇത് ഹുണ്ടായി സാൻഡ്രോ കേട്ടോ. കസ്റ്റമർ കംപ്ലൈൻറ്റ് ഓയിൽ ലീക്കാണ്. ഓയിൽ ലീക്ക് നമ്മൾ ചെക്ക് നോക്കിയ സമയത്ത് കിട്ടിയിട്ടുള്ളത് ഇതിൻ്റെ ഓയിൽ പ്രഷർ സ്വിച്ച് ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്നാണ് ലീക്ക് വന്നിട്ടുള്ളത്. അതാണ് ഞാൻ കാണിച്ചു തരാം. ഓയിൽ ഫിൽറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ ഓയിൽ പ്രഷറിൻ്റെ സ്വിച്ച് ഇരിക്കുന്നത്. ആ സ്വിച്ചിൻ്റെ ഉള്ളിൽ കൂടെ ആണ് എഞ്ചിൻ ഓയിൽ ലീക്കായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ബമ്പറും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് കേട്ടോ. അപ്പോൾ മുകളിൽ നമുക്ക് ടൂൾ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ 24 ബോക്സാണ് വരുന്നത്. അപ്പോൾ 24 ബോക്സ് ലോങ് ബോക്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ലോങ് ബോക്സ് ഇടണമെന്നുണ്ടെങ്കിൽ ആദ്യം ഇതിൻ്റെ കംപ്രസറിൻ്റെ പൈപ്പ് അവിടെ തടയുന്നുണ്ട്. അപ്പോൾ കംപ്രസറിൻ്റെ ബെൽറ്റും കാര്യങ്ങളും അഴിച്ചിട്ട് നേരെ കുറച്ച് ഫ്രണ്ടിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കംപ്രസർ. എന്നിട്ടാണ് നമ്മൾ ബോക്സ് ഇടാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അല്ലാതെ പക്ഷേ ആ കംപ്രസറിൻ്റെ AC-ൻ്റെ പൈപ്പ് ഉണ്ടല്ലോ, അതവിടെ ബോക്സ് തടയും. അതുകൊണ്ട് തന്നെ കംപ്രസർ കുറച്ച് ഫ്രണ്ടിലേക്ക് അഴിച്ച് ജസ്റ്റ് ഒന്ന് ബെൽറ്റ് അഴിച്ചിട്ട് ഫ്രണ്ടിലേക്ക് തള്ളി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ബോക്സ് ഇട്ട് അഴിക്കുകയാണ്. അപ്പോൾ അഴിച്ചിട്ട് വേണം പുതിയ സ്വിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ ആ കപ്ലറിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഓയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ വാണിംഗ് ലൈറ്റും കത്തുന്നുണ്ട്. ഓയിലിൻ്റെ ലൈറ്റ് ഐഡലിങ്ങിൻ്റെ സമയത്ത് ഓയിലിൻ്റെ ലൈറ്റും കത്തുന്നുണ്ട്. അതാ നമ്മൾ സ്വിച്ച് അഴിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ആ സ്വിച്ച് വരുന്നത് കേട്ടോ, ഓയിൽ പ്രഷർ സ്വിച്ച് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് കൂടെയാണ് ഓയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതാ നമ്മൾ പുതിയ സ്വിച്ച് മേടിച്ചിട്ടുണ്ട്. പുതിയ സ്വിച്ച് നേരെ അതിലേക്ക് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഈ സ്വിച്ച് അഴിച്ച് മാറ്റിയിട്ടുണ്ട്. ഇതാണ് പുതിയ സ്വിച്ച് കേട്ടോ. ഈ സ്വിച്ചിന് ഇത് പഴയ അതിലേക്ക് തന്നെ തിരിച്ച് ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഓയിലേക്ക് കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അത് കൈയോടെ മാറിയില്ല എന്നുണ്ടെങ്കിൽ അതിലൂടെ ഓയിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ എൻജിൻ പണിയൊക്കെ ചെയ്യേണ്ടി വരും ഓയിൽ ഫുള്ളായിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതിനകത്ത് സിഗ്നൽ കാണിക്കുന്നുണ്ട്, ഓയിലിൻ്റെ വാണിംഗ് ലൈറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി നിർത്തിയിടുന്ന ഭാഗത്ത് താഴത്ത് ഓയിൽ ലീക്ക് കണ്ടിട്ട് കസ്റ്റമർ കംപ്ലയിൻറ്റ് പറഞ്ഞാണ്